ഓക്കെ, നമുക്കിനി വേറൊരു അപ്ഡേറ്റും കൂടെ വന്നിട്ടുണ്ട്. അത് നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഇതും നമ്മൾ സെയിൽസ് ക്യാമ്പയിനിൽ ആഡ് സെറ്റ് ലെവലിലാണ്. നിങ്ങൾ ജസ്റ്റ് ഇതുപോലെ ആൾ കൺവേർഷനോ അല്ലെങ്കിൽ ന്യൂ കസ്റ്റമേഴ്സോ കൊടുക്കാം. കൺവേർഷൻ ലൊക്കേഷൻ വെബ്സൈറ്റ് കൊടുക്കുക, മാക്സിമം നമ്പർ ഓഫ് കൺവേർഷൻസ്, പിന്നെ ഏത് പിക്സലാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക, കൺവേർഷൻ ഇവൻ്റ് പർച്ചേസ് ആണോ ആഡ് ടു കറക്റ്റാണോ അതൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുക. പർച്ചേസ് കൊടുക്കുക, അതാണ് ഏറ്റവും നല്ലത്. പിന്നെ നമ്മൾ താഴോട്ട് വരുന്ന സമയത്ത് ആട്രിബ്യൂഷൻ മോഡൽ എന്ന് പറഞ്ഞ് കാണും. ഓക്കെ, ഈ ആട്രിബ്യൂഷൻ മോഡലിനകത്ത് നോക്കുമ്പോൾ സ്റ്റാൻഡേർഡ് ഇൻക്രിമെൻ്റൽ എന്ന് പറഞ്ഞ് 2 ഓപ്ഷൻ വരും. സ്റ്റാൻഡേർഡ് ഇൻക്രിമെൻ്റൽ. അപ്പോൾ ഈ 2 ഓപ്ഷൻ എന്തിനെന്ന് വെച്ചാൽ, സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡാണ് കൊടുക്കുകയാണെന്ന് വയ്ക്കുക. അപ്പോൾ മറ്റെന്ത് ചെയ്യും, നമ്മുടെ ഈ പറയുന്ന കോസ്റ്റ് പെർ നമ്മൾ കൊടുക്കുന്ന ബഡ്ജറ്റിന് മാക്സിമം റിസൾട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും. അത് ചിലപ്പോൾ ആഡ് കണ്ട് ആൾക്കാർ ആഡ് കണ്ടതുകൊണ്ട് മാത്രം പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ചില ആൾക്കാർ ഓക്കെ ഓൾറെഡി നിങ്ങളുടെ ബ്രാൻഡിനെ കുറിച്ചൊക്കെ അറിയാം, അവർ നിങ്ങളുടെ ഈ പ്രൈസിങ് ഈ പ്രോഡക്റ്റിൻ്റെ പേജൊക്കെ പലതവണ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അവരൊരു ചെക്കൗട്ട് ചിലപ്പം ചെക്കൗട്ട് ക്ലിക്ക് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യാൻ വരെ പോയിട്ടുണ്ടാവും. പക്ഷേ പിന്നെ എന്തെങ്കിലും കാരണം കൊണ്ട് പർച്ചേസ് ഒന്നും ചെയ്തിട്ടില്ല, പിന്നെ പർച്ചേസ് ചെയ്യാം എന്നുള്ള രീതിയിൽ പോകുന്ന ആൾക്കാരായിരിക്കാം. മനസ്സിലായി? അപ്പോൾ അവർക്കും നമ്മളൊരു ആഡ് കാണുമ്പോൾ ഒരു റിമൈൻഡർ പോലെ ആയിരിക്കും അവർക്ക്. അവർ ശരിക്കും ഈ ആഡ് കണ്ടതുകൊണ്ടായിരിക്കില്ല അവർ പർച്ചേസ് ചെയ്യുന്നത്, അവർക്ക് ഓൾറെഡി പർച്ചേസ് ചെയ്യണം എന്നുള്ളൊരു തോട്ടുണ്ടായിരിക്കാം. മനസ്സിലായില്ലേ? അപ്പോൾ ഈ നമ്മൾ സ്റ്റാൻഡേർഡ് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനത്തെ ആൾക്കാരെയും നമ്മുടെ ആഡ് പോയി കാണിക്കും. മനസ്സിലായി? അങ്ങനത്തെ ആൾക്കാരെയും ആഡ് പോയി കാണിച്ചിട്ട് എന്ത് ചെയ്യും, അതിലൊരു കൺവേർഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ക്യാമ്പയിന് ഈ ഒരു ക്യാമ്പയിൻ ത്രൂ കൺവേർഷൻ കിട്ടിയെന്നുള്ളത് കാണിക്കും. അതാണ് നോർമലി ഇതുവരെ ഉള്ള മറ്റേ ആഡ്സിൽ സംഭവിക്കുന്നത്. അങ്ങനെയാണ്. ആഡ്സ് കണ്ട് ആര് കൺവേർട്ടായാലും ചിലപ്പോൾ അത് ഇത് കൈൻഡ് ഓഫ് അതിന് ആ ഒരു ആട്രിബ്യൂഷൻ കൊടുക്കും, ആ ഒരു ക്ലൈം കൊടുക്കും. ഇത് കാരണം അത് ഫോർ എക്സാമ്പിൾ ഒരു കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങളൊരു ഫ്രണ്ടിന് ആഡ്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി കൊടുത്തു, അല്ലെങ്കിൽ നിങ്ങളൊരു ഫ്രണ്ടിന് വേണ്ടി എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ്, ഷൂസ് ആയിരിക്കാം, ഷർട്ടായിരിക്കാം, അതിൻ്റെ ലിങ്കൊക്കെ നിങ്ങൾ അയച്ചു കൊടുത്തു വയ്ക്കുക. പുള്ളി നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാവാം, എനിക്കൊരു നല്ലൊരു ഷർട്ട് വാങ്ങണം, ഒരു ലിങ്ക് ഒരു നല്ല ഷർട്ടിൻ്റെ ഏത് ഷർട്ടാണ് നിങ്ങൾ ലൈക്ക് പ്രിഫർ ചെയ്യുന്നത്, അതിൻ്റെ എന്തെങ്കിലും ഓൺലൈൻ സ്റ്റോറിലുണ്ടെങ്കിൽ എൻ്റെ ലിങ്ക് അയച്ചു തരാൻ പറയും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, അതിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കും. അപ്പോൾ പുള്ളി അതിനകത്ത് കയറിയൊക്കെ നോക്കിയിട്ട് അങ്ങ് പിന്നെ നാളെ വാങ്ങിക്കാമെന്ന് പറഞ്ഞ് പോകും. അപ്പോൾ ഈ നോക്കുന്ന ആൾക്ക് ചിലപ്പോൾ ആഡ് പിന്നെ കാണിച്ചെന്ന് വരാം. മനസ്സിലായില്ലേ? ആഡ് കാണിച്ചെന്ന് വരാം. കണ്ടിട്ട് പുള്ളി ഒരു ആഡ് കണ്ടു, പെട്ടെന്ന് ഓർമ്മ വന്നോ സാധനം ഞാൻ വാങ്ങണമല്ലോ, പിന്നെ പോയി പുള്ളി അത് വാങ്ങും. മറ്റെന്ത് ചെയ്യും, ഈ പറയുന്ന ക്യാമ്പയിന് ആ ഒരു ഇത് കൊടുക്കും, ആട്രിബ്യൂഷൻ കൊടുക്കും, ഈ ക്യാമ്പയിൻ കണ്ടിട്ടാണ് വാങ്ങിച്ചതെന്ന് പറഞ്ഞിട്ട്. അതാണ് ഈ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. മറ്റേ ഇൻക്രിമെൻ്റൽ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ആഡ് കണ്ട് മാത്രം. ആഡായിരിക്കണം പ്രൈമറി സോഴ്സ്, ഈ പറയുന്ന ആൾക്ക് ഈ ബ്രാൻഡുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ, അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റായിട്ടുള്ള ഇൻട്രാക്ഷൻ. വേറെ ആരും പുള്ളിക്ക് അയച്ചു കൊടുത്തില്ല, അല്ലെങ്കിൽ പുള്ളി ഈ ഒരു പ്രോഡക്റ്റോ നിങ്ങളുടെ സർവീസോ വാങ്ങണമെന്ന് യാതൊരു ഐഡിയയിലും ഉണ്ടായിട്ടില്ല. പക്ഷേ നിങ്ങളുടെ ആഡ് കണ്ട് ഇമ്പ്രസ് ആയിട്ടാണ് പുള്ളി പർച്ചേസ് ചെയ്യുന്നത് എങ്കിൽ അത് അങ്ങനത്തെ കൺവേർഷൻസ് മാത്രമേ വന്നിട്ട് ആ ക്യാമ്പയിന് കൺവേർഷൻ നടന്നതായിട്ട് കാണിക്കത്തുള്ളൂ. അല്ലാതെ കൺവേർഷൻ നടന്നു കഴിഞ്ഞാൽ കാണിക്കത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഫ്രണ്ടിൻ്റെ കേസിൽ, ഫ്രണ്ടിൽ നിങ്ങൾ ഡയറക്റ്റ് ലിങ്ക് അയച്ചു കൊടുത്തു, പക്ഷേ പുള്ളി ആഡും കണ്ടു, പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ആണെങ്കിൽ അവിടെ കാണിക്കും ഈ ക്യാമ്പയിനിൽ നിന്ന് ഒരു പർച്ചേസ് വന്നു. പക്ഷേ ഇൻക്രിമെൻ്റലാണെങ്കിൽ അത് കാണിക്കത്തില്ല. ഇൻക്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ ആഡ് കണ്ടില്ലേ, വെദർ എ കൺവേർഷൻ ഈസ് കോസ്റ്റ് ബൈ ആൻ ആഡ്. ഇത് മെറ്റഡ് AI മോഡലൊക്കെ വെച്ചിട്ട് ഇതിന് ഇത്രയും വരുന്ന ഒരു സംഭവമൊക്കെ വെച്ചിട്ട് അത് ചെയ്യുന്നതാണ്. ഓക്കെ, അങ്ങനെ അതാണ് ഈ സ്റ്റാൻഡേർഡ് എന്നുള്ള ഇൻക്രിമെൻ്റൽ. ഇപ്പം നിങ്ങളൊരു ന്യൂ അക്കൗണ്ടാണ്, പുതിയ അക്കൗണ്ടാണ്, ആദ്യമായിട്ട് മെറ്റ ആഡ്സ് അത് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന സ്റ്റാൻഡേർഡ് മാത്രം കൊടുത്താൽ മതി. കാരണം നമുക്ക് വേണമല്ലോ, ഡേറ്റ വേണമല്ലോ, കൺവേർഷൻ ഡേറ്റ വേണമല്ലോ. വൺസ് നിങ്ങൾക്ക് നല്ല പർച്ചേസൊക്കെ ഉണ്ട്, ഒരു 500+ ഓർഡേഴ്സ് വരുന്നുണ്ട്, 1000+ ഓർഡേഴ്സ് വരുന്നുണ്ട്, മെറ്റ ത്രൂ ആഡ്സ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഇൻക്രിമെൻ്റൽ ട്രൈ ചെയ്ത് നോക്കാം. ഏതെങ്കിലും ഒരു ക്യാമ്പയിൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൽ എങ്ങനെയാണ് അതിൻ്റെ CPA എങ്ങനെയാണ്, റോയസ് എങ്ങനെയാണ് എന്ന് നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഇൻക്രിമെൻ്റിൽ കണ്ടിന്യൂ ചെയ്യേണ്ട. ആദ്യം നിങ്ങൾ എപ്പോഴും സ്റ്റാൻഡേർഡ് കൊടുത്താൽ മതി. എനോഫ് നിങ്ങൾക്കൊരു ഡേറ്റയും കാര്യങ്ങളും കിട്ടി കഴിഞ്ഞാൽ മാത്രം നിങ്ങൾ ഇൻക്രിമെൻ്റൽ കൊടുത്താൽ മതി. ഇപ്പം ഞാൻ ഈ പറയുന്ന ക്യാമ്പയിൻസിലെല്ലാം ചെയ്തിരിക്കുന്നത് നോക്കിയാൽ മനസ്സിലാവും, ഇൻക്രിമെൻ്റൽ കൺവേർഷൻസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് അത്യാവശ്യം നല്ല റിസൾട്ട്സ് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്ന ഇൻക്രിമെൻ്റൽ, ആദ്യം സ്റ്റാൻഡേർഡ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്, ഞാൻ ഈ മാസം തൊട്ടാണ് പിന്നെ ഇൻക്രിമെൻ്റലിലോട്ട് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, കോസ്റ്റ് പെർ പർച്ചേസ് ഒക്കെ കുറവാണ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ മാത്രം സ്കെയിലിംഗ്, ഞാൻ പറഞ്ഞത് അങ്ങനെ വരികയാണെങ്കിൽ സ്കെയിലിംഗ് ചെയ്യുന്ന സമയത്ത് മാത്രം ചെയ്യുക, അല്ലാതെ ചെയ്തത് ഇനിഷ്യലി ചെയ്യുമ്പോൾ എപ്പോഴും സ്റ്റാൻഡേർഡ് തന്നെ ചെയ്യുക.